ഇങ്ങനെ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കാണുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ അസ്ഖലാനി ഫത്ഹുൽ ബാരിയിൽ വിശദമായ ചർച്ച ചെയ്ത് ബഹുമാനപ്പെട്ടവർ വളരെ കൃത്യമായിട്ട് അവിടെ പറയുന്നുണ്ട്. അതിനെ ദുർവ്യാഖ്യാനിക്കുകയാണ് ഇവരൊക്കെ ചെയ്യുന്നത്. ഈ മൗലവി തന്നെ ഫത്ഹുൽ ബാരിയെ ദുർവ്യാഖ്യാനിക്കുന്നുണ്ട്. ുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കാം. വയസിഹു, നിങ്ങൾ വായിച്ചതിന്റെ നേരപ്പുറത്തെ പേജ്, വയസിഹു ഇത്ലാഖ് അന്ന കുല്ല മൻ റആഹു ഫീ ഹയ്യി ആല, ഏത് രൂപത്തിൽ അല്ലാഹുവിന്റെ റസൂലിനെ സ്വപ്നത്തിൽ കണ്ടാലും കാനത്ത് മിൻ ദാലിക ഫഖദ് റആഹു ഹഖീഖ, യഥാർത്ഥത്തിൽ തന്നെ കണ്ടത് ആരെയാണ്? മുത്തു റസൂൽ സല്ലല്ലാഹു. അപ്പോ ഫത്ഹുൽ ബാരിയുടെ പേരിൽ പച്ചക്കളവാണ് നടത്തിയത്, വമ്പൻ അട്ടിമറിയാണ് നൗഷാദ് നടത്തിയത്. ഫി അയ്യി ഹാലത്തിൻ എന്ന് പറഞ്ഞിട്ട് കാനത്ത് മിൻ ദാലിക എന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം ഇവിടെ വെച്ചത് മൗലവി, അതിന്റെ അർത്ഥമാണ് വിഴുങ്ങി അല്ലേ? കാനത്ത് മിൻ ദാലിക എന്ന് പറയുമ്പോൾ അതിൽപ്പെട്ട എന്ന് പറയുമ്പോൾ അതിൽപ്പെട്ട എന്ന് പറഞ്ഞാൽ ഏതിൽപ്പെട്ട? അതെങ്ങോട്ടാണ് ആ ദമീർ പോകുന്നത്? അതോടൊപ്പം വയസിഹു എന്ന് പറയുമ്പോൾ യസിഹൂന്നല്ലോ വയസിഹൂന്നാണ്. അപ്പൊ അതിന്റെ തുടർച്ച അതിന്റെ മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ ഒരു ചർച്ചയുടെ ഒരു അവസാനം ആണ് ആ പറയുന്ന വിഷയം. അപ്പൊ അതിന്റെ മുമ്പ് വായിക്കാതെ ഇവൻ ആവശ്യമുള്ള ഭാഗം മാത്രം പറഞ്ഞിട്ട് ഇവൻ പറയുന്ന കള്ളത്വരീഖത്തിന്റെ കള്ളാശയം ബഹുമാനപ്പെട്ട അല്ലാമ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ കെട്ടിവെക്കാനുള്ള ശ്രമം നടത്തുകയാണ്. എന്താണ് ബഹുമാനപ്പെട്ടവർ പറയുന്നത്? അതിൻ്റെ മുമ്പേ 2-3 വരി അങ്ങോട്ട് വായിച്ചാൽ വയദ്ഹറു ലീ ഫി തൗഫീഖ് ബൈന ജമീഇ മാ ദകറൂഹു, മുമ്പ് പറഞ്ഞ വലിയ ഒരു ചർച്ചയുണ്ട്. ഇമാമുകൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ. ആ ചർച്ചകളിൽ എന്താ പറയുന്നത്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചില സിഫത്തുകൾ മാത്രം ഉണ്ടായാലും അത് മുത്തുനബി തന്നെയാണെന്ന് ഉറപ്പിക്കാം. വേറെ ചിലർ പറഞ്ഞു അല്ല, റസൂലുള്ളാഹിന്റെ മുഴുവൻ സിഫത്തും വേണം. ഇങ്ങനെ പണ്ഡിതന്മാർക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ ജമ്മ ചെയ്തുകൊണ്ട് ഞാൻ പറയട്ടെ, അന്നമൻ റആഹു അലാ സിഫത്തിൻ, റസൂലുള്ളാഹി തങ്ങളെ ഒരു വിശേഷണം, അവിടുത്തെ ഒറ്റ സിഫത്ത് മാത്രം ഉണ്ടായിട്ട് ഒരാൾ കണ്ടാൽ, ഔ അക്സറ അല്ലെങ്കിൽ ഒന്നിലധികം വിശേഷണങ്ങളിൽ ഉണ്ടായിട്ട് കണ്ടാൽ, മിമ്മാ യഖ്തസ്സു ബിഹി, റസൂലുള്ളാഹി തങ്ങളുടെ മാത്രം പ്രത്യേകത, വേറെ ആരുടെയെങ്കിലും പ്രത്യേകത അല്ല, റസൂലുള്ളാഹി തങ്ങൾക്ക് മാത്രമുള്ള പ്രത്യേകത, അത് ഒറ്റ സിഫത്താണെങ്കിലും ഫഖദ് റആഹു, അവൻ റസൂലുള്ളാഹി തങ്ങളെ തന്നെയാണ് കണ്ടത്. വലൗ കാനത്ത് സായിറു സിഫാത്തി മുഖാലിഫത്തൻ, മറ്റുള്ള വിശേഷണങ്ങളൊക്കെ എതിരാണെങ്കിലും റസൂലുള്ളാഹി തങ്ങളുടെ വിശേഷണത്തോട് ഒന്നെങ്കിലും യോജിക്കുന്നുണ്ടെങ്കിൽ അത് ശരിയായ സ്വപ്നം തന്നെയാണ്. വഅലാ ദാലിക ഫതതഫാവതു റുഅ്യാ മൻ റആഹു ഫമൻ റആഹു അലാ ഹൈഅതിഹിൽ കാമിലതി ഫറുഅ്യാഉൽ ഹഖ്ഖുല്ലദി ലാ യഹ്താജു ഇലാ തഅബീർ. അങ്ങനെ വരുമ്പോൾ ഈ സ്വപ്നം കാണുന്നവർ അവരാരാണ്, എങ്ങനെയാണ് കണ്ടത് എന്നതിനനുസരിച്ച് അവരുടെ സ്വപ്നത്തിൻ്റെ അതിൻ്റെ ഗ്രൈഡുകൾ, അതിൻ്റെ വ്യാഖ്യാനങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കും. റസൂലുള്ളാഹിന്റെ പൂർണ്ണമായ വിശേഷണത്തോടെയാണ് കണ്ടതെങ്കിൽ അവിടെ വ്യാഖ്യാനത്തിൻ്റെ ആവശ്യമില്ല. ഇനിയോ വമഹ്മാ നഖസ മിൻ സിഫാതിഹി ഫയദ്ഖുലു തഅവീലു ബിഹസബി ദാലിക, എന്നാൽ ചില വിശേഷണങ്ങൾ കുറഞ്ഞു കണ്ടാലോ അവിടെ ചില വ്യാഖ്യാനങ്ങൾ പറയേണ്ടതുണ്ട്. എന്നിട്ട് പറയാണ് വയസ്ഹു ഇത്ലാഖു അന്ന കുല്ല മൻ റആഹു ഫീ അയ്യി ഹാലത്തിൻ കാനത് മിൻ ദാലിക, ഈ പറഞ്ഞ രൂപത്തിൽ അഥവാ റസൂലുള്ളാഹിന്റെ മുഴുവൻ വിശേഷണങ്ങളോടുകൂടെയും കാണുക, അല്ലെങ്കിൽ ചില വിശേഷണങ്ങൾ അഥവാ ഒരു വിശേഷണമെങ്കിലും റസൂലുള്ളാഹി തങ്ങളുടെ ഒരു വിശേഷണമെങ്കിലും ഉണ്ടായ രൂപത്തിൽ കാണുക. ആ രൂപത്തിൽ ഒലാല റസൂലുള്ളാഹി തങ്ങളെ ഏത് രൂപത്തിൽ കണ്ടാലും വളരെ വ്യക്തമല്ലേ? അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ കാനത്ത് മിൻ ദാലിക എന്ന് പറഞ്ഞ ആ വിശദീകരണമാണ്. ആ രൂപത്തിൽ ആ പറഞ്ഞ വിശദീകരണത്തിൽ ഏത് രൂപത്തിൽ കണ്ടാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തന്നെയാണ് കണ്ടിട്ടുള്ളത് എന്നാണ് ബഹുമാനപ്പെട്ട ഫത്ഹുൽ ബാരിയിൽ പറയുന്നത്. അതിനെ മൗലവി തനിക്ക് വേണ്ടി അതിനെ ദുർവ്യാഖ്യാനിക്കുകയാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കാണുന്നതുമായി ബന്ധപ്പെട്ട് വളരെ വ്യക്തമായി ഇമാമുകൾ വിശദീകരിച്ചു വന്ന വിഷയമാണ്. ഇനി നോക്കണം നമ്മൾ, ഇവിടെ മൗലവി അയാൾക്ക് വേണ്ടി ഇവിടെ ദുർവ്യാഖ്യാനിക്കുകയാണ്. എന്നാൽ ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങളടക്കമുള്ള സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുമ്പോൾ ആ കാണുന്നതിൻ്റെ നിബന്ധനകൾ ഇമാമുകൾ പറഞ്ഞിട്ടുണ്ട്.
ആ നിബന്ധനകൾ നമ്മൾ എത്രയോ തവണ വിശദീകരിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ മുഴുവൻ വിശേഷണം ഉണ്ടാകണം, അല്ലെങ്കിൽ റസൂലുള്ളാഹിന്റെ ചില വിശേഷണങ്ങൾ മാത്രം ഉണ്ടാകണം. ഇനി ഇമാം സുബിക്കി റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായ പ്രകാരം മനസ്സിൽ ഒരു ഇഅ്തിഖാദ്, ഒരു ഉറപ്പ് കിട്ടണം. ഈ 3 രൂപത്തിലല്ലാതെ കാണപ്പെടുന്ന വ്യക്തി റസൂലുള്ളയാണ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം അത് പരിഗണിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞല്ലോ. അത് ജിഫ്രി തങ്ങളടക്കമുള്ള മുഴുവൻ സുന്നത്ത് ജമാഅത്തിന്റെ നേതാക്കളും പറഞ്ഞു. എന്നാൽ കോമാട്ടുചാലിൽ അബ്ദുള്ള പറയട്ടെ, അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലാണെന്ന് ധ്വനിപ്പിച്ചുകൊണ്ട് തന്നെ ശൈത്താൻ വരിക എന്ന ബാബ് തന്നെ അടച്ചു പൂട്ടൽ നിർബന്ധമാണ്. അത്രയും അല്ലാഹുവിന്റെ റസൂലിനെ കാക്കുകയാണ്. ഫഇന്ന ശൈത്താന ലാ യതമസ്സലു ബി എന്ന് പറഞ്ഞാൽ അതൊരു കാലത്തും വരൂല. എത്ര പാവപ്പെട്ടവനായാലും സാധാരണക്കാരനായാലും ദോഷിയായാലും ഒന്നും വരൂല. ഏതോ ഒരുത്തന്നെ അങ്ങനെ വരും. അത് ഇത് നിന്ന് വസ്വാസം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഓന് വേറെന്തോ സൂക്കേട് തുടങ്ങിയെന്ന് മനസ്സിലാക്കിയാൽ മതി. ഓന് സൂക്കേട് വേറെന്തോ തുടങ്ങിയതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനത്തെ ശർറ് പിടിച്ച കൂട്ടരിൽ നിന്ന് നമ്മളെ ഈമാൻ അല്ലാഹു കാക്കട്ടെ. അപ്പോ കണ്ടില്ലേ, ഇതാണ് യഥാർത്ഥത്തിൽ പുത്തൻവാദം. ഇത് ഒരു ഇമാമും പഠിപ്പിച്ചിട്ടില്ല. അത് ഈ കള്ളന്മാര് പറയുന്നതാണ്. ഈ കള്ളന്മാർക്ക് ഇത് പറയുന്നത് കൊണ്ട് വലിയ ലക്ഷ്യമുണ്ട്. ഇവരുടെ കള്ളത്തരീഖത്തിലേക്ക് ജനങ്ങളെ പിഴപ്പിച്ചു കൊണ്ടുപോകലാണ്. അതിനു വേണ്ടിയാണ് പറയുന്നത്. അപ്പോ റസൂലുള്ളയാണെന്ന് ധ്വനിപ്പിച്ച് നിറന്താ മൗലവി അർത്ഥം? ശൈത്വാൻ വന്നിട്ട് അന റസൂലുള്ള എന്ന് പറയൂല എന്നാണോ? എന്നാൽ അത് ഇമാമുകൾ പറഞ്ഞതല്ല. അത് വളരെ കൃത്യമായിട്ട് നമ്മുടെ മഹാന്മാര് വിശദീകരിച്ചു കഴിഞ്ഞതാണ്. അപ്പോ വളരെ കൃത്യമായിട്ട് നമ്മുടെ മഹത്തുക്കളായ പണ്ഡിതന്മാർ അവരുടെ കിതാബുകളിൽ എഴുതി വെക്കുകയും അതോടൊപ്പം ഇമാമുകൾ അത് വിശദീകരിക്കുകയും സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ വളരെ കൃത്യമായി പറയുകയും ചെയ്തതാണ്. എന്നാൽ ഈ വിശദീകരണങ്ങൾക്കൊന്നും ഒരു സ്ഥാനവും കൊടുക്കാതെ പാച്ചയിൽ കളവ് പറയുകയാണ് ഈ മൗലവിമാർ. അപ്പോൾ ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങൾ അത് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ടവരെയും വഹാബിയാക്കി.